പറഞ്ഞവരാണവർ. പക്ഷേ താങ്കളുടെ കാലശേഷം, താങ്കൾ നാടുനീങ്ങിയതിനു ശേഷം, താങ്കൾ വഫാത്തായതിനു ശേഷം എത്രയെത്ര പുതിയ കാര്യങ്ങളാണ്, എത്രയെത്ര നവീനമായ കാര്യങ്ങളാണ് അങ്ങ് പഠിപ്പിച്ച ആ ആദർശത്തിൽ അവർ കടത്തിക്കൊണ്ടുവന്നത് എന്ന വിവരം നബിയെ താങ്കൾക്കറിഞ്ഞുകൂടാ. ഇന്നക ലാ തദ്രി മാ അഹ്ദതു ബഅദക. ഇവിടെ ചില ആളുകൾ പറയണത് അല്ലാഹുവിന്റെ റസൂൽ മഞ്ചേരി സമ്മേളനത്തിന് പങ്കെടുത്തു എന്നാണ്. ആരുടെ? ഇവരുടെ സമസ്തക്കാരുടെ മഞ്ചേരി സമ്മേളനത്തിൽ അള്ളാഹിന്റെ റസൂൽ പങ്കെടുത്തിട്ടുണ്ട്. മർക്കസിൽ നടക്കുന്ന സമ്മേളനം അള്ളാഹ് റസൂൽ ഇങ്ങനെ നോക്കിക്കാണുകയാണെന്ന്. പക്ഷെ പരലോകത്ത് അള്ളാഹ് പറയാണ്, നബിയെ ഇന്നക ലാ തദ്രി മാ അഹ്ദതു ബഅദക. അങ്ങ് വഫാത്തായതിനു ശേഷം ഇവർ ചെയ്തു കൂട്ടിയ കാര്യം നബിയെ തങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇത് രണ്ടു വട്ടം പറയും. ഒന്ന് ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ചും പറയും. ഹൗദുൽ കൗസറിൽ നിന്ന് ഇത്തരം ആളുകളെ തടയും. അവിടെയും കാരണം ചോദിക്കുമ്പോൾ പറയുന്ന ഇതാണ്, നബിയെ തങ്ങൾക്കറിയില്ല അവര് താങ്കൾ പഠിപ്പിച്ച ആദർശത്തിൽ തങ്ങൾ പറയാത്തത് പഠിപ്പിക്കാത്തത് കടത്തിക്കൊണ്ടുവന്നവരാണ്. ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? അത് സാരല്ല നബി, നമ്മുടെ ഉസ്താദാണെന്നല്ല. നേരെ മറിച്ച് സുഹ്കൻ 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 ലിമൻ ബദ്ദല ബഅദി, സുഹ്കൻ 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 ലിമൻ ഗയ്യറ ബഅദി. എന്റെ കാലഘട്ടത്തിനു ശേഷം ഈ ആദർശം മാറ്റിമറിച്ചവനെ, ഇതിനെ കച്ചവടവൽക്കരിച്ചവനെ, ഞാൻ പഠിപ്പിച്ച ഈ ആദർശത്തെ തിരുത്തിയവനെ, മോശമാക്കിയവനെ, സുഹ്കൻ സുഹ്കൻ സുഹ്ക, എനിക്ക് നിന്നെ കാണണ്ട, പൊയ്ക്കോ 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 എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് അവരെ ആട്ടി അകറ്റുമെന്നാണ്. ഇവർ ഈ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? ദുനിയാവിൽ എത്ര കിട്ടിയാലും അന്റെ സഹോദരങ്ങളെ കുറച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ, കുറച്ചേ ജീവിക്കാൻ പറ്റും. മരിക്കണം, ആ ബോധം വേണം. എന്നാൽ ഇവിടെ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് മുടി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുക. ആരാന്റെ മുടി? ഇതിപ്പോഴല്ല, ഇപ്പോഴാണ് 40 കോടി പള്ളിയൊക്കെ വന്നത്. എന്നാൽ ഇപ്പോഴാ മുടി കിട്ടിയത്? അല്ല, മുടി മുമ്പേ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു മുടി കിട്ടി. നേരത്തെ മുടി കിട്ടിയത് എവിടുന്നാ? അത് ബറക്കാത്തി തങ്ങൾ തന്നതാണ്. സുബ്ഹാനല്ലാഹ്, ബറക്കാത്തി തങ്ങൾ തന്നതാണ്. ബറക്കാത്തി തങ്ങന്മാരാണ്. പുതിയ മുടി കിട്ടിയപ്പോ ആവേശം, 40 കോടിയുടെ പള്ളി. എന്തേ പഴയ മുടിക്ക് 40 കോടിയുടെ പള്ളി വേണ്ടേ? എന്റെ പഴയ മുടി എന്തേ? ഇവർക്കൊരു ഉറപ്പില്ലാത്ത പോലെ. മുമ്പ് ഒരു മുടി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ അവസ്ഥ എന്താ? പുതിയ മുടി കിട്ടിയപ്പോൾ എല്ലാവരും അതിന്റെ പിന്നാലെയാണ്, അതിന്റെ ആവേശത്തിലാണ്, ഹസറജിയുടെ പിന്നാലെയാണ്. എന്തേ പഴയ മുടിയുടെ കാര്യം ഇപ്പം എന്താ മിണ്ടാത്തത്? അല്ലെങ്കിൽ അത്ര ആവേശമില്ലാത്തത് എന്താ അതിന്റെ കാര്യത്തിൽ? എന്നാൽ ഇവിടുന്ന് പറയാ എന്ന് പഴയ മുടി ഉണ്ടല്ലോ. അപ്പൊ ഈ ആവേശം കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടുന്ന് പറയാം, വേറെ ഒരു മുടി ഉണ്ട്, ആ മുടി അവിടെ ഉണ്ട്, ആ മുടി അവിടെ ഉണ്ട്. കണ്ടോ? ആ മുടി അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? 40 കോടിയുടെ പള്ളി വേണ്ട ആ മുടിക്ക്? ആ മുടി അവിടെ ഉണ്ട്, നിങ്ങൾ കേട്ടോളൂ. അത് ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന, ഷാജഹാൻ ചക്രവർത്തി കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത്, അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ സാക്ഷിയായില്ലേ? എന്ത് ഇത്രയും കാലം കൊടുക്കാതിരുന്ന അനുമതി കിട്ടാഞ്ഞിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. നബി സ്വപ്നത്തിലൂടെ വന്ന് അനുമതി തന്നത് കൊണ്ടാണ്. അപ്പൊ സ്വപ്നത്തിന് സാക്ഷി ഉണ്ടാവോ? എടാ ഞാൻ കണ്ട സ്വപ്നം നീ കൂടെ കാണണ എന്ന് പറഞ്ഞാൽ നടക്കോ? ഞാൻ കണ്ട സ്വപ്നം നീ കൂടെ കാണണ എന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ലല്ലോ. അപ്പോ സ്വപ്നത്തിന് സാക്ഷിയില്ല. അപ്പൊ സാക്ഷി ഉണ്ടാക്കിയതാ. എങ്ങനെ? ആ സ്വപ്നം കണ്ട വിവരം ഉസ്താദിനോട് പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ സാക്ഷി. ഇങ്ങനെ സാക്ഷി ഉണ്ടായാല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനല്ലേ കള്ളസാക്ഷി എന്ന് പറയാ അല്ലേ?
ഒരാൾ സ്വപ്നം കണ്ട് അയാൾ പറഞ്ഞതിന് ഞാൻ സാക്ഷി. അപ്പോൾ ഇവിടെ ഒരു മുമ്പത്തെ മുടി, അതിനാണ് അത്, അവിടെയാണ് പ്രധാനം. മുമ്പൊരു മുടി ഉണ്ടായിരുന്നു. ആ മുമ്പത്തെ മുടിക്ക് ഈ ഘോഷം ഉണ്ടായിരുന്നില്ല, ഈ ആവേശമുണ്ടായിരുന്നില്ല, 40 കോടിയുടെ പള്ളി ഉണ്ടായിരുന്നില്ല. എന്തേ ആ മുടിക്ക് ആദരവ് വേണ്ടേ? ആ മുടിക്ക് ബഹുമാനം വേണ്ടേ? ഇനി കാന്തപുരം എന്ന് പറയുന്നത് കേട്ടോളൂ. ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കസിൽ അങ്ങനെ ഉള്ള ഒരു ഷഅർ മുബാറക്ക് നമുക്ക് സാധാത്തുക്കളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും. അതിന്റെ സനദ് എൻ്റെ കൈവശം ഉണ്ട്, ഇവിടെ വെച്ചിട്ടും ഉണ്ട്. കണ്ടോ, എൻ്റെ കൈവശമുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. സനതുണ്ടായി അങ്ങനെ വെച്ചോണ്ടിരിക്കാനുള്ളതാ ആണോ? എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. അങ്ങനെ സനതുള്ള മുടിയാണെങ്കിൽ എന്തേ ഈ പറയുന്ന ആവേശമൊന്നും അന്നുണ്ടായില്ല? അന്നെന്ത് 40 കോടിക്ക് പള്ളി വേണ്ടേ? അപ്പൊ എന്താ സംഭവം? അത് വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവരെ. വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. കാര്യം ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായി കഴിഞ്ഞപ്പോ പലരും രംഗത്ത് വന്ന് ചോദ്യം ചെയ്തു. EK സമസ്തയുടെ നേതാവായ അമ്പലക്കടവ് ഫൈസി അദ്ദേഹം വരെ ആവശ്യം ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അതുപോലെ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഷയമാണ് തങ്ങളുടെ മുടി. ആ മുടി പോലും വ്യാജമായി കാരന്തൂർ മർക്കസിലുണ്ടെന്ന് തെറ്റായി പ്രചരിപ്പിച്ച് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും പച്ച കള്ളം പറയുന്ന ഈ വിഭാഗം, നിങ്ങൾ ഓർക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് തങ്ങളുടെ പേരിൽ ഏത് വിഷയത്തിലായിരുന്നാലും, സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം? അതിന്റെ നിജസ്ഥിതി എന്താണ്? ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, കാന്തപുരത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, 1% പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകൾ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങൽ ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. കാരണം അദ്ദേഹത്തിന് നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSSന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ച് അന്വേഷിച്ചു. ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയാൽ കുഴപ്പമില്ല. അവർ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഇവിടെ കാന്തപുരം സ്ഥലത്തില്ല, ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന് ടെലിഫോൺ കൊടുക്കണം. അദ്ദേഹം ടെലിഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്. കാരണം ലോകത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്. അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിൽസിലകളുണ്ട്. ഇവിടെ കാരന്തൂരിൽ എവിടെ നിന്ന് മുടി വന്നു? ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ? ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാനുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരണം തരണം. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വരട്ടെ, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദ് നേരിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മാനേജർ അല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണം തന്നുള്ള താൽക്കാലികമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെന്നോ ഗുജറാത്തിനോ എവിടെയോ കിട്ടിയതാണ്, എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരോടെ നേരിട്ട് ചോദിച്ചോളൂ. അപ്പൊ സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ മുഹമ്മദ് ഫൈസിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു കോഴിക്കോട് നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുകയാണ്. പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിന് ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ, നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി, മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്?
എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങളോട് ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി, അതിന്റെ കൃത്യമായ ഒരു പരമ്പര, ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ള. ആ സിൽസില ഒന്ന് കാണിച്ചു തന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചു തന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാലോ. അതെങ്ങനെ മോനെ, സനദിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവാ. ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനദിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പര തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ആള് പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാൻ മോനെ, വിവാദം ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്തിൽ ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി അതിന്റെ സനത് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനതൊന്നും ആവശ്യപ്പെടേണ്ട ആ വിഷയമല്ല, അതൊരു തബറുക്കിന്റെ വിഷയമല്ലേ. വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആളുകൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലും ആ മുടിയിട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും തട്ടിപ്പ് കണ്ടോ, മുഴുവൻ ടോട്ടൽ തട്ടിപ്പാണ്, ടോട്ടൽ തട്ടിപ്പാണ്, എല്ലാത്തിലും തട്ടിപ്പാണ്. എല്ലാം തട്ടിപ്പ് തന്നെ. ഇവർക്ക് പിന്നെ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന 25,000 രൂപ വിൽക്കാതെ മൂപ്പറ, അതാണ് വെല്ലൂരുണ്ട്. അതിപ്പോൾ സ്ഥലം തന്നെ അടിച്ച് പോയാൽ അതിൻ്റെ കോലം വേറെ ആയിരിക്കും. പിന്നെ കാശ്മീരുണ്ട്, അതിൻ്റെ സ്ഥലം തന്നെ എല്ലായിടത്തും പോകണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹം തന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഹസ്രജിയുടെ മുടി മുമ്പ് ഇയാൾക്ക് പറ്റുമായിരുന്നു, ഇപ്പോൾ പറ്റില്ല എന്നാണ് ഏപ്പിക്കാരും പറയണത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പം എന്താ, മുഴുവൻ ടോട്ടൽ തട്ടിപ്പാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും വരും. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയായി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ വാതിക്കൊരു ബോർഡ് കാണാം, എന്ത്, ബിരിയാണി റെഡി, ഊണ് റെഡി. ഇതുപോലെ ഇനിയിപ്പോൾ മുലിയാക്കന്മാരുടെ വീടിൻ്റെയും പള്ളിയുടെയൊക്കെ മുന്നേ കാണാം ജ്യൂസ് റെഡി, മുടി ജ്യൂസ് റെഡി. എന്ത് ഗതികേടാമാന്യ സഹോദരങ്ങളെ. ആരാന്റെ മുടി കൊണ്ടുവന്ന് അത് മുക്കി ആ വെള്ളം കുടിക്കേണ്ട ഗതികേട് ഈ സമുദായത്തിന്, ഈ സമുദായത്തെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ഇവർ തർക്കിക്കുകയാണ്. ഇപ്പൊ തർക്കം എന്താ പറയുക, വിളിച്ചോ വിളിച്ചില്ല, അതാ തർക്കം. സാധനമുണ്ടോ ഇല്ലതല്ല, കാന്തപുരം തിരിച്ച് വിളിച്ചോ വിളിച്ചില്ലേ, അതാ ഇപ്പൊ തർക്കം. കേട്ടോളൂ, ഇതിന് മറുപടി പറയുന്നത്, മറുപടിക്ക് മറുപടി പറയുന്നത്. അതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തിൽ ഇന്നേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു, ഉണ്ട്. അതിന് വല്ല സനതും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സനത് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനത് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സ്വഹുസ്സത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാൻ അവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സനത് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിന്റെ സനത് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടില്ല, പോകാന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല.
കയ്യിൽ മർക്കസ് തഖാഫത്ത് സുന്നിയിൽ ടെലഫോണിലൂടെ ഞാൻ സനത് ചോദിച്ചിട്ടില്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് ഇങ്ങനെ പറഞ്ഞു. വേറെ മാന്യനായ ഒരു നിഷ്പക്ഷപതിയായ ഒരു മധ്യസ്ഥനോട് ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ എന്നോട് തപ്പാലിൽ സനത് അയച്ചു കൊടുക്കാനാണ് ഹമീദ് ഫൈസി പറഞ്ഞത്. അതെങ്ങനെ തങ്ങളെ നടക്കുമോ എന്നാണ് ആ ബഹുമാന്യനായ മധ്യസ്ഥനോട് ചോദിച്ചത്. ഈ തരത്തിൽ വാസ്തവവിരുദ്ധമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം സംവിധാനം. ഞാൻ പറയുന്നു, പിന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പൊ പറഞ്ഞല്ലോ. ഈ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗ് സാക്ഷിയാണല്ലോ. ഞാൻ പറയുന്നു, അന്നത്തെ ടെലഫോൺ നമ്പർ എടുത്തിട്ട് BSNL ടവർ പരിശോധിച്ചിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ടെലഫോൺ നമ്പറിൽ നിന്ന് കോഴിക്കോട് SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ 27001777 എന്ന നമ്പറിലേക്ക് കാന്തപുരം വിളിച്ചോ എന്ന് പരിശോധിക്കാൻ ബഹുമാന്യനായ കാന്തപുരം തയ്യാറുണ്ടോ? സത്യം പറയണ്ടേ? നമ്മൾ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ? കസ്റ്റമേഴ്സിന്റെ കാര്യം ഗതികേട്. എല്ലാത്തിനും തക്ബീർ വിളിക്കണോ? ഇവര് ചന്തയിൽ കൊണ്ടുവന്ന ആ ദിക്ർ കച്ചവടം, സലാത്ത് കച്ചവടം, മുടി കച്ചവടം, കസ്റ്റമേഴ്സ് എല്ലായിടത്താണ് തക്ബീർ വിളിക്കുക. എന്ത് ഗതികേടാമാന്റെ സഹോദരങ്ങളെ. അപ്പൊ ഇപ്പൊ തർക്കാതാ, ഫോൺ വിളിച്ചോ ഇല്ലേ? സത്യത്തിൽ അതാണോ സനതല്ലേ? അപ്പൊ ഇങ്ങനെ സനത് ഇങ്ങനെ ചർച്ച ചെയ്ത് ഫോൺ വിളിയായി ബഹളായി, അയാൾ അങ്ങോട്ട് വിളിച്ചോ, ഇയാൾ ഇങ്ങോട്ടാണോ വിളിച്ചത്, അങ്ങനെ കാലം കഴിയുമ്പോഴാണ് സനതടക്കം ഒരു മുടി പുതിയത് കിട്ടിയത്. അതാണ് ആവേശം. മനസ്സിലായില്ലേ? നേരത്തെ ഉള്ളത് ഇങ്ങനെ ഫോൺ ചെയ്ത് സമയം കളയാ. ഇപ്പൊ അതല്ല, ഡയറക്റ്റ് സനതടക്കമാണ് മുടി. അതും ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ മുടിയുടെ സനത് ഹസ്രതി വായിക്കുകയും ആ വായിച്ചത് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയും ആളുകൾ അത് കേൾക്കുകയും അങ്ങനെ ആ സനതടക്കമുള്ള മുടിയാണ് ഇപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് ആ മുടിക്ക് 40 കോടി. ആ 40 കോടിയുടെ മുടിയെന്ന് ഇവര് വിചാരിക്കണേ 40 കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണെന്നാ. 40 കോടിയുടെ പള്ളി, അതാണ് ചില ആൾക്കാർക്ക് പ്രശ്നം. 40 കോടിയുടെ പള്ളി, അതാണ് നമുക്കൊരു പ്രശ്നമില്ല. അങ്ങനെ 40 കോടിയുടെ നമ്മളിട്ട് ഞെട്ടില്ല. ഇവിടെ 2000 കോടി അഴിമതി, 30,000 കോടി അഴിമതിയൊക്കെ കേൾക്കണ്. 40 കോടി. 400 കോടി ആസ്തി ഉള്ള മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലുണ്ട്. ഒരാളുടെ ആസ്തി 400 കോടി ഇല്ലേ? മുതലാളിമാരില്ലേ മുസ്ലിം സമൂഹത്തിൽ. പിന്നെ ഇയാളെ 40 കോടി എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടുവോ? ഈ തണ്ടിപ്പുറകിക്കൊണ്ട് 40 കോടി. അപ്പൊ അതിൻ്റെയൊക്കെ പുറകിലുള്ള കളികൾ, നിങ്ങൾ കച്ചവടക്കാരാണ്, വെളുപ്പിക്കലും കറുപ്പിക്കലൊക്കെ ഉണ്ട്, അത് നിങ്ങൾ വേറെ നടത്തിക്കോളി. പക്ഷെ ദീനിന്റെ പേരിലേക്ക് അത് കൊണ്ടുവരരുത്, ഇസ്ലാമിന്റെ പേരിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ 40 കോടി അത് വലിയൊരു കാര്യമായത് കൊണ്ടല്ല, അത് വലിയ കാര്യം കൊണ്ട് പറയല്ല. ഏതായിരുന്നാലും ഈ സനതടക്കമാണ് മുടി കിട്ടിയത്. നിങ്ങൾ ഇതിന്റെ വളരെ വിദഗ്ധമായ തട്ടിപ്പ് മനസ്സിലാക്കണം. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സനത് വായിച്ചെന്ന് പറയണ്ടല്ലോ. അത് വായിക്കുന്നതിന് മുമ്പ് ഹസ്രജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി അയാൾ പരിഭാഷപ്പെടുത്തുകയാണ്. അങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ട് അവസാനം ഹസ്രജി പറഞ്ഞു, ഇനി സനത് വായിക്കാൻ പോകണം. പിന്നെ അങ്ങോട്ട് മൂപ്പര് പരിഭാഷപ്പെടുത്തുന്നില്ല. പക്ഷെ സനത് വായിക്കാൻ പോവുകയാണ് എന്നത് പേരോട് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോളൂ. അദ്ദേഹം പറയാണ്, ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി, ആ മുടി ഇവിടെ കാന്തപുരം ശൈഖ് അബൂബക്കറിന് കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ സനതടക്കമാണ് പറയുന്നത് എന്ന് സാക്ഷാൽ പേരോട് പറയുന്നത് അവരിറക്കിയ ഷേർ മുബാറക്കിന്റെ ഡോക്യുമെന്ററിയിൽ നിന്ന് നിങ്ങൾ കേട്ടോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അതിന്റെ സനദ് എന്ന് പറഞ്ഞാൽ മാറാൻ പോകുന്ന മുടിയുടെ സനദ്, അത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് അത് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. ഭൂമി ലോകത്ത് ജീവനുള്ള വിവരമുള്ള ഏതെങ്കിലും ഒരു സഖാഫി ഉണ്ടെങ്കിൽ ആ വായിച്ചത് മുടിയുടെ സനദാണ് എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ സനദ് എന്നാ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ സനദ് എന്നാ പറയുന്നത്. ഏതിന്റെ സനദ്? മുടിയുടെ സനദ്. ആ മുടിയുടെ സനദ് പരസ്യമായി അവിടുന്ന് വായിച്ചോ? ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? അതിന്റെ സനദ് അവിടുന്ന് വായിച്ചോ? വായിച്ചിട്ടില്ല.
വായിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഉസ്താദ് സനദ് അവിടെ വായിച്ചിട്ടില്ലല്ലോ. അത് ആരുടെ സനദ? അത് ഈ കൊണ്ടുവന്ന ആളിന്റെ സനദ്, അഥവാ ഹസ്രജിയുടെ സനദ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ ഇന്നാള്, അങ്ങനെ പോയി പരമ്പര. ഇവിടെ മുസ്ലിം സമൂഹം ചോദിച്ചത് കാന്തപുരത്തിന്റെ മുടി, ആ മുടിയുടെ സനദായിരുന്നെങ്കിൽ കാന്തപുരത്തിൽ പറയാം എൻ്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ ഇന്നാള്, ഇത് കാന്തപുരത്തിന്റെ സനദ. ഇതുപോലെ പേരോടിന്റെ സനദല്ല, പേരോടിന്റെ വാപ്പാരാണ്, വാപ്പാന്റെ വാപ്പാരാണെന്നില്ല, മുടിയുടെ സനദ ചോദിച്ചത്. അപ്പൊ ഇവിടെ വായിച്ചത് ഹസ്രജ് വായിക്കുന്നത് തന്റെ സനദ്, തന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പ, മുടിയുടെ സനദല്ല, മുടിയുടെ സനദല്ല. പക്ഷെ ഇയാൾ പറയുന്നത് അതിന്റെ സനദ് എന്നാണ്. അതിന്റെ സനദല്ല, ഹസ്രജിയുടെ സനദാണ്. അവിടെ മുടി കൊണ്ടുവന്ന ആളിന്റെ സനദാണ്. അയാൾ ഹസ്രജി കുടുംബത്തിലുള്ള ആളാണ് എന്നതിന് തെളിവാണ്. ഈ സാധു അറബി കൊണ്ട് വന്നപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ ഹസ്രജി ആണെന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വന്നിട്ടില്ല, അവിടെ നിങ്ങൾ ഇവിടെ സനദൊന്ന് വായിച്ചേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പേരോട് എന്നിട്ട് അത്രയും നേരം പരിഭാഷ ചെയ്ത ആൾ പേരോട് പൂക്കും പേരോയ്ക്കും മടക്കി വെച്ചത് നേരെ പുറകെ പോയി. എന്നിട്ട് പരിഭാഷയില്ലേ? എന്താ പരിഭാഷപ്പെടുത്താത്തത്? എന്താ പരിഭാഷപ്പെടുത്താതിരുന്നത്? കാരണം അവിടെ ഹസ്രജിയുടെ സനദാ വായിച്ചത്. അറബി അറിയുന്നവരുണ്ടാകും ഇക്കൂട്ടത്തിൽ. ആ സനദ് അവിടുന്ന് അറബി വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. കേട്ടോളൂ. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيد കണ്ടോ? ഹാദാ സനദും മിന്നി എന്നാണ് തുടങ്ങുന്നത്. ഇത് എന്റെ സനദാണ്, ഹസ്രജിയുടെ സനദാണ്. എന്റെ വാപ്പ, എന്റെ വാപ്പാന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ, അതല്ല ചോദിച്ചത്. മുടിയുടെ സനദ് എവിടെയെന്നാ? ആളുകൾ നോക്കുമ്പോ സനദ് വായിക്കുന്നുണ്ട്, പേരോട് പറയാ മുടിയുടെ സനദാ വായിക്കുന്നത്. ആരെയാ നിങ്ങൾ കബളിപ്പിക്കുന്നത്? ആരെയാണ് വഞ്ചിക്കുന്നത്? അപ്പൊ ഇപ്പൊ സനദോടുകൂടി അതിന് സാധാരണക്കാരൊക്കെ ചോദിക്കണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ നോക്കി നിർത്തിയല്ലേ സനദ് വായിച്ചത്. ഇത് കേട്ടവരെല്ലാം മനസ്സിലാണ്ട്, പഠിച്ചത് പാടല്ല, മർക്കസിലല്ലേ, അതും വാങ്ങി സനദും വാങ്ങിയിട്ടാ മുന്നിരിക്കണത്. ഈ സാധുവിന് മനസ്സിലാണ്ട്. എന്നിട്ട് പുറത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി സനദ് വായിച്ചു എന്നാ. പക്ഷെ വായിച്ചതോ മുടിയുടെ സനദല്ല, ഈ ഹസ്രജിയുടെ സനദ്. എന്ത് ഗതികേടാ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടിപ്പോ ഇത് പരസ്യമായി പുറത്തുമായി. ഇവർ വിചാരിച്ചിരുന്നു പുറത്താവൂല എന്നാ. പുറത്തായപ്പോ ഇപ്പൊ പറയാണ് അത് ശരി തന്നെയാണ്, അന്ന് വായിച്ചത് ഹസ്രജിയുടെ സനദ് തന്നെയാണ്. കാര്യം കൊണ്ടുവന്ന ആളാരാണെന്ന് കിട്ടണമല്ലോ, അതുകൊണ്ടാണ്. എങ്കിൽ അന്നെന്താ പറയേണ്ടത്? അതിന്റെ സനദ് എന്താ പറയേണ്ടത്? അദ്ദേഹത്തിന്റെ സനദ് അല്ലേ പറയേണ്ടത്? പേരോട് അദ്ദേഹത്തിന്റെ സനദ് ഇവിടെ വായിക്കുന്നല്ലേ പറയേണ്ടത്? എന്തിനാണ് മർക്കസിൽ വെച്ച് അതിന്റെ സനദ് എന്ന് പറഞ്ഞത്, മുടിയുടെ സനദ് എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സനദ് അദ്ദേഹം വായിക്കും എന്നല്ലേ പറയേണ്ടത്? ഇനി നിങ്ങൾ മനസ്സിലാക്കണം, സനദ് ഉണ്ട് തന്നെ സങ്കല്പിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ സനദ് ഉണ്ട്, ഒറിജിനലാണെന്ന് തന്നെ വിചാരിക്കുക. അതുകൊണ്ട് മാത്രം കാര്യമില്ല, മത്തിന് നോക്കണ്ടേ? സനദ് മാത്രമാണോ? മത്തിന് നോക്കണ്ടേ? ആ മത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, നിങ്ങൾ തൊട്ട് കളിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹ് ഇസ്മത്ത് ഏറ്റെടുത്ത പ്രവാചകൻ. അല്ലാഹ് പറഞ്ഞല്ലോ വല്ലാഹു യഅസിമുക മിനൻ നാസ്, നബിയെ നിങ്ങളെ നാം സംരക്ഷിക്കും, ഞാൻ സംരക്ഷിക്കും അല്ലാഹ് പറയാണ്. അതുകൊണ്ടാണല്ലോ നാട്ടിലെ എല്ലാ ലൊടുക്കിന്റെയും ജാറുണ്ട് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അതിന്റെ ഫോട്ടോ ഇവിടെ കിട്ടിയിട്ടില്ല. അത് വരച്ചുണ്ടാക്കിയിട്ട് ഇന്റർനെറ്റിൽ ഇടുക ഇല്ലേ? എന്താ കിട്ടാത്തത്? അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു പോയി. എന്ത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദ്, റബ്ബേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റഹ്മാനേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റഹ്മാനേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ദവസാക്കി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ അതിന് വീണ്ടും പുറം ചുമരിട്ട്, വീണ്ടും അതിന് പുറം ചുമരിട്ട്, അങ്ങനെ 3 സുരക്ഷിതമായ കവചങ്ങൾക്കുള്ളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ നിലകൊള്ളുകയാണ്.
അവിടെ ഉറൂസില്ല, ആണ്ടറുതിയില്ല, ബഹളമില്ല, ആനയിൽ അമ്പാരയില്ല, ചെണ്ടമേളമില്ല, യാതൊന്നുമില്ല. ഈ രൂപത്തിൽ പ്രവാചകന്റെ ഖബർ സുരക്ഷിതമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണോ, ഇവര് ഈ കള്ളക്കച്ചവടക്കാർ വരുമെന്ന് അള്ളക്കറിയാം, റബ്ബിനറിയാം. അള്ളക്ക് ഭാവി എന്നുള്ളതൊന്നുമില്ലല്ലോ, അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് റബ്ബ് നേരത്തെ തന്നെ പിടിച്ചു ഇവരെ, ഉള്ള സാധനമൊക്കെ വെച്ചു. അത് നമ്മൾ പോയതല്ല. നമ്മളാണെങ്കിൽ പറയും ഈ മുജാഹിദക്ക് ഇതൊന്നും അറിയില്ല, അവര് വെറുതെ എല്ലാം നിഷേധിക്കുന്നവരാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പൊട്ടിസാക്കാം. പക്ഷേ ഇവിടുത്തെ സമസ്തക്കാർ തന്നെ പോയി അത് പിടിച്ചു, ഫോട്ടോ എടുത്തു. എന്ത്? മുടിയുടെ ഫോട്ടോ. ഈ നബിയുടെ മുടി എന്ന് പറഞ്ഞ് ഹസ്രജി കൊണ്ട് നടന്ന ആ മുടിയുടെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തത് അവര് തന്നെയാണ്, സുന്നി സമസ്തക്കാർ തന്നെയാണ്. സുന്നി എന്ന് പറയുമ്പോൾ ഇടക്കങ്ങൾ തെറ്റി, സുന്നി അല്ല ഇവര് സമസ്തക്കാരാണ്. ആ സമസ്തക്കാരാണ് എടുത്തത് അവർ തന്നെ പറയുന്നത്. നിങ്ങൾ കേട്ടോളൂ, ബഹാവുദ്ദീൻ കുരിയാടാണ് പറയുന്നത്. ഏകദേശം 3 ആഴ്ച മുൻപാണ് എൻ്റെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വന്നത്. അതായത് മൗലിദ് ആഘോഷം നബിദിൻ ആഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന ദാറുൽ ഹുദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു, റബീഉൽ അവ്വൽ അവസാനം. അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയത് പത്രങ്ങളിൽ വന്നു, വലിയ വാർത്തയായി പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അന്ന് ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ആധിക്യമുള്ളതായിരുന്നു ഈ മുടികളുടെ എണ്ണം. ഒന്ന്, അത് സംബന്ധിച്ച ഫോട്ടോകൾ എനിക്ക് ലഭിച്ചു വിശ്വസ്തരായ ആളുകളിലൂടെ. ആ ഫോട്ടോ എടുക്കപ്പെട്ടതാകട്ടെ ഈ വിവാദമുണ്ടായ ശേഷമല്ല, 2009 2 വർഷങ്ങൾക്ക് മുൻപ് എടുക്കപ്പെട്ട ചിത്രങ്ങളാണത്. ഒരാൾ മാത്രമല്ല, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു 5-8 മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു. അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോക്യം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും എന്നാണ് ഒരു അനുബോധന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ധാരാളം മുടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾക്കും അവിശ്വസനീയത തോന്നി. അങ്ങനെ അയാൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അയാളെ കൂടാതെ വേറെയും അബുദാബിയിലുള്ള ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത മറ്റൊരാൾ, ഉദാഹരണത്തിന് എടപ്പാളിലെ മൊയ്തുണ്ണി ഹാജിയുടെ മകൻ മുജീബും ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളും സൂക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം മുടികൾ, ആ മുടികളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ 50, 60, 70 ഒക്കെ സെൻറ്റിമീറ്ററുകൾ നീളമുള്ള മുടികളാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചത്. ചിത്രം ഇവിടെ വിശദമായി സംസാരിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. അവ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഏത്? ഹസ്രജിയുടെ ഫോട്ടോ, ഹസ്രജിയുടെ മുടിയുടെ ഫോട്ടോ. ഹസ്രജി എടുത്തു വെച്ച മുടി ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ ഇവർ തന്നെ 2009 എടുത്തു. എന്താ കോലം? മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താ മുടി. ഹസ്രജിയുടെ ഹസാനയിലെ മുടിയുടെ കോല നിങ്ങൾ ഇനി സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഹസ്രജിയുടെ ഖസാന കണ്ടോ? ഹസ്രജിയാണ് നിൽക്കുന്നത് അബുദാബിയിലെ. അദ്ദേഹത്തിൻ്റെ മുടി സൂക്ഷിക്കുന്ന സ്ഥലമാണ് പച്ചയിട്ട്. അത് മുടി മുറിച്ചു കൊടുക്കണം ഒരാൾ കണ്ടോ, ഒരു കുട്ടി മുടി ഇങ്ങനെ മുറിച്ചു കൊടുക്കുകയാണ് കണ്ടോ, നീണ്ടിരിക്കണം മുടി പൊക്കി കാണിക്കുക. ആരുടെ മുടി? നബിയുടെ മുടിയാണ് അത്ര തൂങ്ങി കിടക്കുന്നത് കണ്ടോ. ഏത് അണ്ണാച്ചിയുടെ മുടി അത് കണ്ടോ, ഇതാ കണ്ടോ. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിനെ അപമാനിക്കല്ലേ മാന്യ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ ഇത്? ഈ മുടിയിൽ നിന്നാണ് ആർക്ക് മുടി കിട്ടിയത്? കാന്തപുരത്തിന് മുടി കിട്ടിയത്. ഇത് നബിയുടെ മുടിയാണ് എന്ന് പറയാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണോ ഇത്? എന്നിട്ട് ഈ മുടിയിൽ നിന്നൊരു മുടി കിട്ടിയ കാന്തപുരം പറയാണ് ഇത് ഹജ്ജത്തുൽ വിദാഇ അള്ളാഹിന്റെ റസൂൽ കൊടുത്ത മുടിയാണ്. കാന്തപുരം പറയുന്നത് കേട്ടോളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച്
അവിടുത്തെ ഷറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. കണ്ടോ, ഏൽപ്പിച്ചു കൊടുത്താണെന്ന്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലെ അന്ന് കൊടുത്ത മുടിയാണത് എന്ന് ആരായി പറഞ്ഞത്? ഈ തോന്നിയാസം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ, സഹാബത്തിന്റെ പേരിൽ ഈ തോന്നിയാസം പറഞ്ഞ ആരാ? ഇത് റസൂലുള്ളാഹിയുടെ മുടിയാ? ഇത് പ്രവാചകന്റെ മുടിയാണോ? ഇനി കാന്തപുരം പറയുന്നത് ആ മുടി ഒന്നിച്ച് നിങ്ങൾ കണ്ടോളൂ, അപ്പോഴേക്കും അതിന്റെ ഗൗരവം ഉണ്ടാവുള്ളൂ. അത് ഒന്നിച്ച് നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. കണ്ടോ, ഇത് കണ്ടിട്ട് നമ്മുടെ കാസിമി പ്രസംഗിച്ച പറഞ്ഞ ഏതോ മാതാമ്മയുടെ മുടിയാണിത് എന്നാ. അപ്പോ ഇതെങ്ങനെ കാന്തപുരത്തിന് കിട്ടി? കാന്തപുരത്തിന്റെ പുറത്തുനിന്ന് കിട്ടിയാണ്, കാന്തപുരത്തിന് പുറത്തുനിന്ന് കിട്ടിയാണ്. അപ്പോൾ കാസിമി പറഞ്ഞ് കാന്തപുരത്തിന്റെ പുറത്തുനിന്നായിരിക്കും. മാതാമ്മയുടെ മുടി കാന്തപുരത്തിന്റെ പുറത്തെങ്ങനെ വന്നു ചോദിക്കരുത്. അപ്പൊ ഏതായിരുന്നാലും അത് പിന്നെ CD ഇറക്കിയപ്പോൾ ഒഴിവാക്കിയതാണ്. ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒന്നും പറയണില്ല, നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണോ? ഇത് പ്രവാചകന്റെ മുടിയാണോ? ഇത് പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിൽ നീക്കിയ മുടിയാണോ? ആരാ പറഞ്ഞത് നിങ്ങളോട് നീക്കിയ മുടിയാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കളവ് പറയാ, പച്ച നുണ പറയാ. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അപ്പൊ ചിലപ്പോൾ ഇനി ഇയാൾ പറയും, ഞങ്ങൾക്ക് അതിനൊരു കഷ്ണേ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് കിട്ടിയ കഷ്ണാണ്, അതാണ് ഇപ്പോൾ സക്കാഫികൾ വിശദീകരിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര നീളമൊന്നും ഇല്ല, ഞങ്ങൾക്കൊരു കഷ്ണേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ കിട്ടിയത് ഈ കഷ്ണത്തിൽ നിന്നല്ലേ? ഈ നീണ്ട മുടി കാന്തപുരം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ആരാ സാക്ഷി? അല്ലാഹ് സാക്ഷി, ഫോട്ടോഗ്രാഫർ സാക്ഷി. മനസ്സിലായോ? ഇദ്ദേഹം ഈ മുടി കണ്ടു. എവിടെ നിന്ന് കണ്ടു? ഹദറജിയുടെ ഹസാനയിൽ നിന്ന് കണ്ടു. കാര്യം എന്താ? പടച്ച റബ്ബ് ഇതൊക്കെ അങ്ങനെ തന്നെ. ഇതെന്ന് വെച്ചാൽ റബ്ബ് അല്ലാഹു യഅസിബുക മിനന്നാസ്, നബിയെ അല്ലാഹ് സംരക്ഷിക്കും നിങ്ങളെ. ഒരു കള്ളനും തങ്ങളെ വിട്ടുകൊടുക്കൂല, ഒരു കദ്ദാബിനും തങ്ങളെ വിട്ടുകൊടുക്കൂല, ഒരു വ്യാജവാദിക്കും തങ്ങളെ വിട്ടുകൊടുക്കൂല. തങ്ങളെ വെച്ചുകൊണ്ട് കള്ളം പറയാൻ ഒരാളെയും സമ്മതിക്കൂല. അല്ലാഹ് സംരക്ഷണം ഏറ്റെടുത്തു. നിങ്ങളെ കൊണ്ട് തന്നെ, നിങ്ങളുടെ ക്യാമറ കൊണ്ട് തന്നെ അല്ലാഹ് എടുപ്പിച്ചു. അവസാനം നോക്കൂ, സാക്ഷാൽ കാന്തപുരാണ് ഹസറജിയുടെ ഖസാനയിൽ. നോക്കിക്കോ നിങ്ങൾ, ദാ നിൽക്കുന്നു ആര് മഹാൻ, ദാ നിൽക്കാൻ കണ്ടോ? അറബിയുടെ പുറകിൽ ഖസാനയാണ്. ആ മുടി ഇട്ട ആ ചിലുങ്കൂടാണ് ആ പുറകിൽ പച്ചപ്പതപ്പിട്ടിട്ടുള്ളത്. അതിൻ്റെ മുന്നിലാണ് സാക്ഷാൽ കാന്തപുരം നിൽക്കുകയാണ്. അങ്ങനെ കൂട്ടത്തിൽ പോയി കുറേ കാലം ഇങ്ങനെ കറങ്ങി പറഞ്ഞ് ഇവിടുന്ന് അടിക്കാൻ പറ്റുമോ നോക്കി അടക്കാൻ. നല്ല മാർക്കറ്റാണ്. അങ്ങനെ കുറേ കാലം അവിടെ ചുറ്റിക്കറങ്ങിയിട്ടാണ് അവസാനം മൂപ്പര് ചാക്കിട്ട് ഒരു മുടി കിട്ടിയതെന്നാണ് പറയണേ. കണ്ടോ, സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ. ഇയാൾ കണ്ടതായി ഈ നീളമുള്ള മുടി. അപ്പൊ ഹസറജ് കൊടുത്തപ്പോ ചെറിയതാ ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾക്ക് വലുത് കണ്ടിട്ടില്ല എന്ന് പറയണ്ട. നേരെ മറിച്ച് അവിടെ പോയി കണ്ടു മാത്രം. ഇവരുടെ സൈറ്റിൽ തന്നെ, ആദ്യം ഇവർ നടത്തുന്ന അറബി സൈറ്റിൽ തന്നെ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മളിത് പുറത്തിട്ടപ്പോ അകത്തേറ്റി സൈറ്റ് കാണില്ല, അവസാനം കമ്പ്യൂട്ടർ കാണില്ല, എല്ലാം അടിച്ചു തൂഫാനാക്കിയാണ് അല്ലേ? ഇനി ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിക്കും. അതിനാ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ കൊണ്ട് പറയിക്കും ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല. ഇനി ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ഹറാം ചെയ്ത് നിങ്ങൾ സംഭവിക്കേണ്ടി വരും. രണ്ടിലൊന്ന് പറയണം. ഒന്നില് അല്ലാഹുവിന്റെ റസൂൽ ഹറാം ചെയ്യോ? അതെന്തായിരുന്നാലും ഒരിക്കലും നടക്കൂല. ഹറാം പോയിട്ട് കറാഹത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ ചെയ്യൂല. ഇസ്മത്തുള്ള പ്രവാചകനാണ്. ഇസ്മത്തുള്ള പ്രവാചകൻ ഹറാമ് പോയിട്ട് കറാഹത്ത് പോലും ചെയ്യൂലെങ്കിൽ ഈ മുടി റസൂലുള്ളാഹിയുടേതല്ല, പ്രവാചകന്റേതല്ല. നേരെ മറിച്ച് ഏതോ കള്ളന്റെ മുടിയാണ്, ഇതേതോ കള്ളന്റെ മുടിയാണ്, ഏതോ കദ്ദാബിന്റെ മുടിയാണ് എന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കും. കേട്ടോളൂ. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കതാര സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നീളം മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കത്തിലാ നീളമെന്നറിയോ?
അറിയോ? എന്റെ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടിന്റെ നീളം നിങ്ങൾ കണ്ടോ? ഇതാ കറാമത്ത് എന്ന് പറയാ. അറിയോ നിങ്ങൾക്ക്? ഇതാ കറാമത്ത് എന്ന് പറയാ. ഏകദേശം കള്ളത്തരീക്കത്തുകാരുടെ മുടിക്ക് നല്ല നീളാണ്, പെണ്ണുങ്ങളുടെ മുടി പോലെയാണ്. നേരത്തെ കണ്ട പോലെ ഏതോ കള്ളന്റെ മുടിയല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്? അല്ലേ? അള്ളാന്റെ റസൂലിന്റെ മുടിയാണോ അത്? അല്ല. മാത്രല്ല റസൂലുള്ളാഹിന്റെ മുടിയുടെ നീളം ചെവിക്കുറ്റി വരെ മാത്രമാണ്. ഷമാഉൽ മുഹമ്മദ് നിങ്ങൾ നോക്കി, എന്താ റസൂലിനെ പറ്റി നിങ്ങൾ വിചാരിച്ച്? ഒരിക്കലും റസൂലുള്ളാഹിന്റെ പേര് ഒരാൾക്ക് ഇല്ലാത്ത പറയാൻ പറ്റൂല. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ എത്ര നരച്ച മുടി ഉണ്ടായിരുന്നുവെന്ന് സഹാബത്ത് എണ്ണിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിലെ നരച്ച മുടിയുടെ എണ്ണം സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ ഇമാം തുർമിദി കിതാബ് മറിച്ച് നോക്ക്, വളരെ വ്യക്തമാണ്. ഇയാള് കറാമത്ത് പറയുന്നത് ഇനി പിടിച്ചതും പിടിക്കാനുള്ളതുമായ മുഴുവൻ കള്ളത്തരിക്ക് തരാൻ അടയാളം ഇതാ, മുടിക്ക് നീളുണ്ടാവുന്നു. പിടിച്ചതും അത് തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞ ഒന്നുകൂടി കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചുവടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാണെന്ന് ആർക്ക് വെക്കാൻ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്താണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളം അറിയോ? പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളം കണ്ടോ? ആ പിടിക്കേണ്ടൊക്കെ എത്ര നീളം? ഇനി നിങ്ങൾ ആ മുടി കണ്ടുകൊണ്ടാവുന്ന കേക്ക് അപ്പോഴും മനസ്സിലാവുള്ളൂ. ആ മുടി കണ്ടുകൊണ്ട് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചുവടുള്ള സ്ഥലത്തിന് അപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാണെന്ന് ആർക്ക് വെക്കാൻ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്താണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളം അറിയോ? പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളം. ആ മുടിക്ക് ഭയങ്കര നീളം, അതല്ലേ പ്രശ്നം. മുടിക്ക് ഭയങ്കര നീളാണ്. ഞങ്ങളുടെ നബിയുടെ മുടിയല്ലത്, ലോകത്തെ മുസ്ലിം സമൂഹത്തിന്റെ മുടിയല്ലത്. അല്ലാഹു അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ലത്. ഏതോ കാട്ടുകളന്റെ മുടി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ആ മുടി ജ്യൂസ് വിറ്റിട്ട് ഈ സമൂഹത്തെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇവിടെ മുജാഹിദുകളുണ്ട്, നിങ്ങളുടെ കൊരക്ക് പിടിക്കുക ഞങ്ങള്. ഇവർ വിചാരിച്ച നമ്മുടെ കയ്യിലൊന്നും ഇല്ല, ഇനി ഒന്നും പറയാൻ പറ്റില്ല, ഇനി മുജാഹിദിലൊക്കെ അടങ്ങിയെന്നാണ്. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഒന്നാം ഘട്ടമാണ്. രണ്ടാം ഘട്ടം വരെയുണ്ട്. ഇയാൾ തന്നെ വടകരെ പറഞ്ഞ ഒരു 6 മണിക്കൂറുണ്ട് ഇൻഷാ അല്ലാഹ് വെടിവെച്ചിട്ട് ഞങ്ങള്. എന്തിനാണ് ഈ രൂപത്തിൽ ഈ സമുദായത്തെ കബളിപ്പിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ സമൂഹത്തെ കബളിപ്പിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോ ഒരു പുതിയ തന്ത്രം എന്താന്നല്ലേ? അത് ചില കിതാബിലുണ്ട്. അതായത് ഷാജഹാൻ ചക്രവർത്തി, നിങ്ങളെ ഷാജഹാൻ ചക്രവർത്തി മുഗൾ പിന്നെ ഭരണകാലത്തുള്ള ആളാ. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഒരാൾ വന്നു. അപ്പൊ അന്നിങ്ങനെ മുടി നോക്കുകയാണപ്പോ ഒരു മുടി നോക്കുമ്പോ ആ മുടിക്ക് തഹരീക്ക്, മുടി ഇങ്ങനെ അനങ്ങുന്നുണ്ട്, മുടി ഇങ്ങനെ നീളുന്നുണ്ട്. ബിഹാർ എന്നൊരു കിതാബിലുണ്ട്. നിങ്ങൾ ബഹ്റെ മുങ്ങിക്കൊണ്ട് വന്നാലും ഒരിക്കലും ഒരു കാര്യമില്ല അതുകൊണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞത്? ഈ നാവ് വഴി, ഇന്ന് സ്ഥലത്തൊന്നുമില്ല, നാവ് വഴി പ്രചരിപ്പിക്കണമെന്നറിയോ? ഈ മർക്കസിലുള്ള മുടി എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലുമ്പോൾ ആ മുടി ഇങ്ങനെ ആടുന്നാണ്. കേട്ടോ? അത് കേട്ടൊരു വിദ്വാൻ പറഞ്ഞു, ആടും മുടി ചാടും മുടി വെള്ളം കണ്ടാൽ മുങ്ങും മുടി. എന്തൊക്കെ ഗതികേടാ! ഇവര് പറയാണ് ദിക്ർ ചെല്ലുമ്പോ ഈ മുടി ഇങ്ങനെ ആടുന്നുണ്ട്. മാത്രല്ല ഈ മുടി ഇങ്ങനെ വളരുന്നുണ്ട്. ഈ മുടി മാത്രം എന്താ വളർന്നത്? ഹസ്രജിയുടെ മുടി മാത്രം. ഇപ്പൊ വെല്ലൂരിലുണ്ട് എന്ന് പറഞ്ഞു, വെല്ലൂരിലെ മുടി 1 ഇഞ്ച് വളർന്നോ? കാശ്മീരിലെ മുടി ഉണ്ടെന്ന് പറഞ്ഞു, കാശ്മീരിലെ മുടി 1 ഇഞ്ച് വളർന്നോ? ലോകത്തിന്റെ വ്യത്യസ്ത, ഈജിപ്തിലുണ്ട് എന്ന് പറഞ്ഞു, തുർക്കിയിലുണ്ട് എന്ന് പറഞ്ഞു. ശരി, തുർക്കിയിലെ മുടി 1 ഇഞ്ച് വളർന്നോ? എന്താ ഈ മൂപ്പറ മുടി മാത്രം ഇങ്ങനെ വളർന്നു പോണത്? അപ്പോ മാന്യ സഹോദരങ്ങളെ, 100% പച്ച തട്ടിപ്പാണിത്, കരിഞ്ചന്തയാണിത്. 100% കരിഞ്ചന്ത, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള കരിഞ്ചന്ത. അതേ, നമുക്കറിയാം, ലോകം കണ്ട ഓറിയന്റലിസ്റ്റുകൾ, ജൂത പുരോഹിതന്മാർ നടത്താത്ത കരിഞ്ചന്ത ഈ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഈ കപട പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ജൂത ഓറിയന്റലിസ്റ്റ് പോലും ഇതിന് ധൈര്യം കാണിച്ചിട്ടില്ല. ഇത് അവരെയും കടത്തിവിടുക. എന്നിട്ട് ഈ സമൂഹത്തിനിടയിൽ ന്യായം പറഞ്ഞു നടക്കുകയാണ്. ഇത് നമ്മൾ മാത്രം പറയല്ല, 1% പോലും ഉറപ്പിക്കാൻ പറ്റൂല. സമസ്തക്കാരടക്കം പറയാം, കേട്ടോളൂ. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആകട്ടെ, ഇവർ ഭീഷണ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അത് എൻ്റെ കള്ളത്തരത്തിലേക്കുള്ള ഒന്നാമത്തെ ഒരു സൂചനയാണ്. ഭീഷണമായി. ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു, ഈ യോഗം നിർത്തിവെച്ച് നമുക്ക് മസ്ലഹത്തായി കൂടെയാണ്.
ഈ മസ്ലഹത്ത് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴുള്ള നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മുടിക്കെട്ടിക്കൊണ്ട് ആദ്യം വയ്ക്കാനുള്ള ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുരുത്തക്കേട് കെട്ടൂലേ എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും, പക്ഷേ ഇത് 100% നുണയാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് നിഷേധിക്കുന്നത്. കണ്ടോ, ഇനി ഇതിനു വേണ്ടിയാണ് 40 കോടിയുടെ പള്ളി വെക്കാൻ പോണത്. അള്ളാനെ കൂടി അപമാനിക്കണം. നബി അപമാനിച്ചു, ഇനി അള്ളാനെ കൂടി അപമാനിക്കണം. അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹ്ക്കാണ്, റബ്ബിനാണ്, അള്ളാഹുവിനാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയെ മാക്സിമം അപമാനിച്ചു, ഇനി അള്ളാനെ കൂടി ഞങ്ങൾ അപമാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മുടെ ബാധ്യത മറക്കരുത്, നമ്മുടെ ബാധ്യത മറക്കരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉഹദ് മലയിലേക്ക് ചൂണ്ടിയിട്ട് സഹാബത്തിൽ ഒരു സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നുകൊള്ളണം, ഇറങ്ങരുത് എന്റെ അനുവാദം ലഭിക്കാതെ. അമ്പെയ്ത്തുകാരായ ആളുകൾ, 50ഓളം വരുന്ന ആളുകളെ ഉഹദിന്റെ മലയിൽ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ഖുറൈശികളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഖുറൈശിപ്പട പേടിച്ച് പുറകോട്ട് പോകുന്നു. അവർ ഇതാ പിന്തിരിയാൻ ശ്രമിക്കുകയാണ്, പരാജയപ്പെടുകയാണ്. അതേ സഹാബികൾ തെറ്റിദ്ധരിച്ചു പോയി, വിശ്വാസികൾ ജയിച്ചിട്ടുണ്ട്, ശത്രുക്കൾ പിൻവാങ്ങിയിട്ടുണ്ട്. ആ ഉഹദ് മലയുടെ മുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടി, സഹാബത്ത് ഇറങ്ങി ഓടി. നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകന്റെ വിശ്വാസികൾ അടങ്ങുന്ന ആളുകൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ താഴ്വരയിലേക്ക് ഇവർ ഓടി വന്ന് ഗനീമത്ത് സ്വത്ത് വാരാൻ തുടങ്ങിയപ്പോൾ അന്ന് ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ വന്ന ഖുറൈശികൾ ആ ഉഹദ് മലയെ മറയാക്കി മറുഭാഗത്തു കൂടി വന്ന് പുറകിലൂടെ വന്ന് ആക്രമിക്കുമ്പോ പ്രവാചകന്റെ സഹാബത്ത് ഛിന്ന ഭിന്നമായി പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. റസൂലുള്ളാഹിയുടെ സഹാബത്ത് ഛിന്ന ഭിന്നമായി പോയിട്ട് അതേ മലമടക്കുകളാൽ ചുറ്റപ്പെട്ട ഉഹദിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടു പോയ ഘട്ടത്തിൽ ആ ചുറ്റുഭാഗത്തുള്ള മലയുടെ ഒരു സൈഡിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഓടിക്കേറുമ്പോ ആ ശത്രു സൈന്യം ഒരുക്കിയ വാരിക്കുഴിയിൽ അള്ളാഹുവിന്റെ റസൂൽ വീഴുകയും ആ ശത്രുക്കൾ എയ്ത അമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ പല്ലിനെ ഒടിച്ചു കളയുകയും ആ പ്രവാചകൻ ധരിച്ച പടത്തൊപ്പിയുടെ കൊളുത്തുകോല് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിമുറിയുകയും ചെയ്ത് ചോരയൊലിപ്പിച്ച് പ്രവാചകൻ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടു എന്ന കിംവദന്തി പരക്കുമ്പോ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 12 ആളുകളും ഞങ്ങളും തമ്മിൽ അള്ളാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടു പോയി. ആളുകൾ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞ് ഛിന്ന ഭിന്നമായി. 12 ആളുകൾ മാത്രം ആ ഉഹദിന്റെ മലമടക്കുകൾക്കിടയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ മുശ്രിക്കുകൾ ഞങ്ങളെ കണ്ടു. ആ മുശ്രിക്കുകളിൽ ഒരു സംഘം ഞങ്ങളെ നേരെ ആക്രമിക്കുവാൻ വേണ്ടി വരികയാണ്, നബിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. ആ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മല്ലിൽ ഖൗം, ഈ ജനതയെ നേരിടാൻ ആരാണുള്ളത്, ആ മുശ്രിക്കുകളെ നേരിടാൻ ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ ഞാൻ 12 പേരിൽ ഒരാളായിരുന്ന ഞാൻ നബിയോട് പറഞ്ഞു, നബിയെ ഞാനുണ്ട്, തൽഹയുണ്ട്, തൽഹ നേരിടാം നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ അവിടെ നിൽക്ക്, വേറെ ആരാണുള്ളത്? അതേ മറ്റൊരു സഹാബി വന്നിട്ട് പറയാണ്, ഞാനുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പോയി യുദ്ധം ചെയ്യ്. ആ മനുഷ്യൻ മുശ്രിക്കുകളെ നേരിടാൻ പോവുകയാണ്. ഏതുവരെ? ഹത്താ ഖുതില, അദ്ദേഹം രണാങ്കണത്തിൽ വീണ് ഷഹീദാകുന്നത് വരെ. അദ്ദേഹം ഇതാ ഷഹീദായി വീഴുകയാണ്. രണ്ടാമത് വീണ്ടും വരുന്നു അടുത്തയാള്. ആ സൈന്യം മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മല്ലിൽ ഖൗം, ആരാണ് അവരെ നേരിടാനുള്ളത്? അതേ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നമ്മെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന സൈന്യത്തെ നേരിടാനുള്ളത്. ആ സന്ദർഭത്തിലും തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട് നബിയെ, ഞാൻ നേരിട്ട് കൊള്ളാം, ഞാൻ അവരെ കൈകാര്യം ചെയ്തു കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അവിടെ നിൽക്ക്, വേറെ ആരാണുള്ളത്? അതേ മറ്റൊരു സഹാബി എണീറ്റ് വന്നുകൊണ്ട് പറയുന്നു, നബിയെ ഞാനുണ്ട്, എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കാം നബിയെ. ആ സന്ദർഭത്തിൽ റസൂൽ അനുവാദം കൊടുക്കുന്നു. ആ മനുഷ്യൻ പോയി യുദ്ധം ചെയ്യുന്നു. ഏതുവരെ? ഹത്താ ഖുതില, അദ്ദേഹം മരിക്കുന്നത് വരെ, ഷഹീദാകുന്നത് വരെ. വീണ്ടും ആ മുശ്രിക്കുകളുടെ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വന്ന് പ്രവാചകനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മല്ലിൽ ഖൗം, ആരാണ് ഇനിയുള്ളത്? അപ്പോഴും തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട് നബിയെ. ആ സമയത്ത് വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, താങ്കൾ അവിടെ നിൽക്ക്, വേറെ ഒരാൾ പോകൂ. ആ സന്ദർഭത്തിൽ വേറെ ആൾ രംഗത്ത് വരുന്നു, പോകുന്നു, ഷഹീദാകുന്നു.
അങ്ങനെ എല്ലാവരും മാരണാങ്കണത്തിൽ ഷഹീദാവുകയാണ്. 12 11 11 10 19 9 8 8 7 7 6 6 5 5 4 4 3 3 2 ആ 2 1 അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ തൽഹാ റളിയല്ലാഹു അൻഹുവും മാത്രം ബാക്കിയായി നിൽക്കുന്ന ആ ഘട്ടത്തിൽ വീണ്ടും റസൂലുള്ളാ ചോദിക്കുകയാണ്, ശത്രുക്കൾ അടുത്തേക്ക് വരുമ്പോ മല്ലിൽ ഖൗം, ആരാണിനി ഉള്ളത് ആ ജനതയെ നേരിടാൻ? ആ സന്ദർഭത്തിൽ തൽഹാ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ ഞാനുണ്ട്, ഞാൻ അങ്ങക്ക് വേണ്ടി വാദിക്കാനുണ്ട്, അങ്ങക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനുണ്ട്. തൽഹാ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. അവസാനമായി അവരോട് യുദ്ധം ചെയ്യുകയാണ്. അവസാനം യുദ്ധം ചെയ്ത് ആ 12 പേർക്ക് വേണ്ടിയിട്ട് ഒറ്റക്ക് നിന്ന് തൽഹാ റളിയല്ലാഹു അൻഹു അവരെ നേരിട്ടിട്ട് അവസാനം അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ടു. കൈക്ക് വെട്ടേറ്റിട്ട് അദ്ദേഹത്തിന്റെ കൈവിരലുകൾ ഒന്നിനു പുറകെ ഒന്നായി വിച്ഛേദിക്കപ്പെട്ട്